Chitra Women's Academy. Your first step to a successful career starts here. Medical lab technology, pharmacy assistant, nursing assistant, hospital administration, pre-primary TTC. Chitra Women's Academy, SMB Junction, Shornoor, opposite private bus stand, Patambi. പൂച്ചകൾക്ക് ഒരു ദിനമുണ്ട്. ഇന്നാണ് പൂച്ച ദിനം. പൂച്ച ദിനത്തിൽ ഒരുപാട് പൂച്ചകളെ സംരക്ഷിക്കുന്ന ഒരാളെ പരിചയപ്പെടാം. കാണാം പൂച്ച വിശേഷം. നിത്യജീവിതത്തിൽ പൂച്ചയെ പോയെന്ന് പറയാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എന്നാൽ പൂച്ചേവായെന്ന് പറയുന്ന എത്ര പേർ കാണും നമുക്കിടയിൽ? എന്താ ഇപ്പോൾ ഒരു പൂച്ച ടോക്ക് എന്നല്ലേ? ഇന്ന് പൂച്ച ദിനമാണത്രേ. അപ്പോൾ പൂച്ച സർബാരെ കുറിച്ച് പറയാതെ എങ്ങനെ പോവും? ഇവരെ കുറിച്ച് പറയും മുൻപ് ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന ഒരാൾ നമുക്കൊപ്പമുണ്ട്. ഒറ്റപ്പാലം നഗരസഭയിലെ കണ്ണിയമ്പുറം JK നഗർ സ്വദേശി പുത്തൻ വീട്ടിൽ ഗിരീഷ്. പൂച്ച സംരക്ഷകനായ ഗിരീഷിന്റെ വാക്കുകൾ കേട്ടിട്ടാകാം ഇനി ബാക്കി. പൂച്ച ദിനമാണെന്ന് പറഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. പൂച്ചയ്ക്ക് അങ്ങനെ ദിനം ഉണ്ടായത് എന്തായാലും നല്ലത് തന്നെയാണ്. കാരണം 365 ദിവസം ഓരോ ദിനങ്ങളാണല്ലോ. പൂച്ചയ്ക്കായിട്ട് ഒരു ദിവസം ഇരിക്കട്ടെ. അപ്പോൾ ഞാനൊരു പൂച്ച സ്നേഹിയാണോ വെച്ചാൽ ഒറ്റയടിക്ക് അല്ല എന്നാണ് എൻ്റെ ഉത്തരം. കാരണം സ്നേഹിക്കുകയല്ല, സ്നേഹിക്കാൻ ചിലവില്ല, സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. 2016 ഒരു വൈകുന്നേരത്തെ സായാഹ്ന സവാരിക്കിടയിലാണ് ഒരു പൂച്ചക്കുഞ്ഞ് ഒരു വളപ്പിനുള്ളിൽ ദയനീയമായിട്ട് കരയുന്ന കണ്ടെടുത്ത് കൊടുക്കുന്നു. അതിനെ പുറന്ന് അതിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു. അപ്പോൾ അതിന് മരുന്നെല്ലാം കൊടുത്തു, ഡോക്ടറെ കാണിച്ച് അത് രക്ഷപ്പെട്ടു. പിന്നീട് അത് പ്രസവിച്ച് അതിൻ്റെ മക്കൾ, അവരുടെ മക്കൾ, സന്തതി പരമ്പരയായിട്ടൊരു 10, 200, 300 ആയിട്ടുണ്ടാവും. പക്ഷേ പൂച്ചയ്ക്ക് ഞാൻ കാണുന്ന ഗുണം എന്താക്കുന്നെങ്കിൽ അവർ കുറേ എണ്ണം പോവും, കുറേ ചത്തു പോകും, ഒരെണ്ണം നമ്മളെ വിട്ടു പോകും. പിന്നെ അതിൽ ആൺപൂച്ചകളെല്ലാം തമ്മിൽ കടികൂടിയൊക്കെ അവർ പുതിയ ടെറിട്ടറി കണ്ടെത്താൻ വേണ്ടി നാട് വിട്ടു പോകും. എങ്ങനെയായാലും ഇപ്പോൾ ഇവിടെ ഒരു 10-50 പൂച്ചയൊക്കെ കാണും. സത്യം പറഞ്ഞാൽ ഈ പൂച്ചകൾ ഇതിൽ പകുതി പൂച്ച എൻ്റേതല്ല എന്നുള്ള. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പൂച്ച പോലും ഒരു യാത്ര പോയി ഞങ്ങളിവിടെ വരുമ്പോൾ ഈ മതിൽ ആരോ കൊണ്ടുവന്നിട്ട് വെച്ചുള്ളതാണ്. ഞാൻ പരിരക്ഷിക്കുന്നുള്ള ധാരണ പ്രകാരം ഏതോ ഒരു മനുഷ്യസ്നേഹി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അതേക്കുറിച്ചുണ്ട്. മായനൂർ പാലത്തിനധികം നടന്നു പോകുമ്പോൾ വിജനമായ സ്ഥലത്ത് ആരോ പെട്ടിയിലാക്കി ഒരു മനുഷ്യസ്നേഹി സ്നേഹപൂർവ്വം വളർത്തി കൊണ്ടുവരുന്ന ഒരു പെട്ടി അവിടെ വെച്ചിരുന്നു. ആ വലിയ സ്നേഹം അതിൽ കാണിക്കില്ലായി. എന്തായാലും അതിനെ കൊടുന്ന അവർ 2-3 ആളുണ്ട്. പിന്നെ എന്താണെന്നറിയില്ലാത്ത അമ്മയില്ലാത്തതുകൊണ്ടാണോ എങ്ങനെ അറിയില്ല, കുറേ എണ്ണം ചത്തു. എന്തായാലും ഇപ്പോൾ 10, 20, 30 ഇവിടെ ഉണ്ട്. ഞാനവരെ പ്രത്യേകം കാര്യമൊന്നുമില്ല. ആരുടെ പൂച്ച, എന്ത് പൂച്ച, എൻ്റെ പൂച്ച ഒന്നും അറിയില്ല. ഒരു മനുഷ്യസ്നേഹി എന്നുള്ള നിലയ്ക്ക് തന്നെ അത് അതിൻ്റെ ഒരു മറ്റൊരു ഡയമെൻഷനാണ് ഒരു മൃഗസ്നേഹം കൂടി. രാവിലെ വാതിൽ തുറക്കുമ്പോൾ കൂട്ടത്തോടെ ഇവരെല്ലാം ഓടി വരും. രാവിലത്തെ മെനു ചോറും മീനുമാണ്. മീനില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഉഷാറുണ്ടാവില്ല. പിന്നെ പാല്, പുളിയില്ലാത്ത തൈര്, ചിക്കൻ, അങ്ങനെ നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട്. എളുപ്പമല്ല ഇവരുടെ സംരക്ഷണം. അസുഖങ്ങൾ വന്നാൽ വെറ്റിനറി ഡോക്ടറോട് ചോദിച്ച മരുന്ന് നൽകും. 30ഓളം പൂച്ചകൾ എപ്പോഴും ഈ മുറ്റത്തുണ്ടാവും. തിരക്കേറിയ ജീവിത സാഹചര്യങ്ങളിലും ഇവർക്ക് കിടക്കാൻ ചെയറിൽ നൂൽച്ചാക്ക് വിരിച്ചു കൊടുത്തും മറ്റ് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുമാണ് ഓരോ ദിനവും കഴിയുന്നത്. ഗിരീഷ് ഒരു റിട്ടയർഡ് സർക്കാർ ജീവനക്കാരനാണ്. ഭാര്യ പാർവതി ഞങ്ങളുടെ തന്നെ വാർത്താ കുടുംബത്തിലെ അംഗം കൂടിയാണെന്നുള്ളത് ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് പൂച്ചകൾക്ക് സംരക്ഷകനാവാൻ ഗിരീഷിന് കഴിയട്ടെ. നിമ്യ ചന്ദ്രൻ, ACV ന്യൂസ്, ഒറ്റപ്പാലം.